കേരളത്തിൽ ഇടതുപക്ഷത്തിന് പ്രസക്തി ഇല്ലാതെയാകുന്നു. ആ പ്രസക്തി ഇല്ലാതെയാകുന്നതിന് പല കാരണങ്ങളാണ് പലർക്കും പറയുവാനുള്ളത്. എന്നാൽ ഗോവിന്ദൻ മാഷ് ഇന്ന് ഒരു പാർട്ടി വേദിയിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല പലയിടങ്ങളിലും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളാണ് ആ രാജ്യങ്ങളൊക്കെ ഭരിക്കുന്നത്. അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ആ രാജ്യത്ത് കാണുവാനും സാധിക്കും. സാമ്രാജ്യത്വ ശക്തികളും വലതു പാർട്ടികളും ഭരിക്കുന്ന രാജ്യങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം നമ്മളെയും കാര്യമായ രീതിയിൽ ബാധിക്കുമെന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞു വയ്ക്കുന്നത്. ലോകരാഷ്ട്രങ്ങളിൽ ഇടതുപക്ഷത്തിലൂടെ പ്രതീക്ഷ ഉളവാക്കുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞു വയ്ക്കുന്നത്. ബ്രിട്ടനിൽ ലേബർ പാർട്ടി അധികാരത്തിലെത്തിയതും ഫ്രാൻസിൽ ഇടതു പാർട്ടി മുന്നേറ്റം ഉണ്ടാക്കുന്നതുമെല്ലാം അതിൻ്റെ സൂചനയാണ് എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. ലോകരാഷ്ട്രീയം യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്കും തീവ്ര വലതുപക്ഷ ശക്തികൾക്കും നല്ല മുൻകൈ നേടാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ പ്രസംഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ആമുഖ പ്രസംഗം എന്ന രീതിയിലല്ല കാണേണ്ടത്. ഇത് നമ്മളെല്ലാം ബാധിക്കുന്ന ലോകരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളം ഉൾപ്പെടെ എല്ലാ മേഖലയിലുമുള്ള നമ്മളെല്ലാം ഉത്കണ്ഠപ്പെടുത്തുന്ന ഗൗരവമായ പ്രശ്നം. സാർവദേശീയ തലത്തിൽ ഇങ്ങനെ ഒരു വലതുപക്ഷ ശക്തികൾക്ക്, തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് മുൻകൈയിൽ വരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങേയറ്റം ഈ കേരളത്തിൽ എന്താണ് ഒരു പ്രശ്നം എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും. ലോകജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന ഗൗരവമേറിയ പ്രശ്നം തന്നെയാണ് ഇത്. തീവ്ര വലതുപക്ഷത്തെ മുമ്പ് ചേർത്തിരുന്നത് ലോകത്തെ ഏറ്റവും പ്രബലമായ സോഷ്യലിസ്റ്റ് ശക്തികളായിരുന്നു. സോവിയറ്റ് റഷ്യയുടെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയെല്ലാം മുതലാളിത്ത തിരിച്ചുപോക്കിലൂടെ ഇനി ലോകം ഞങ്ങളുടെ കൈപ്പിടിയിലാണ് എന്ന നിലയിലാണ് സാമ്രാജ്യത്വവും തീവ്ര വലതുപക്ഷവും ലോകവ്യാപകമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് അതിനുവേണ്ടി നൂറുകണക്കിന് ആളുകളെ ഓരോ ദിവസവും കൊന്നൊടുക്കുകയാണ്. അവർ പറയുന്നത് ഇസ്രയേലിൻ്റെ തൊട്ടടുത്ത് എല്ലാവർക്കും അറിയുന്നത് പോലെ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു നാടുണ്ട്, രാജ്യം. ആ നാട്ടിൽ ഒരു മനുഷ്യനും അവശേഷിക്കാത്ത രീതിയിൽ എപ്പോഴാണോ ഉണ്ടാവുന്നത് അന്നേ ഈ യുദ്ധം അവസാനിക്കുള്ളൂ എന്ന് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ യുദ്ധ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് അതിശക്തിയായ കടന്നാക്രമണം, ഒരു വംശഹത്യ പോലെ കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായിട്ടുള്ള അതിനീചമായ ക്രൂരമായ കൊലപാതകങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംഘടിപ്പിക്കാനാവുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ തീവ്ര വലതുപക്ഷ ശക്തിയുടെ മുൻകൈയുമുണ്ട്. അമേരിക്ക പൂർണ്ണമായിട്ടും ഇതിന് പിന്തുണയാണ്. ഇന്ത്യ ഈ പ്രക്രിയയെ പൂർണ്ണമായിട്ട് സഹായിക്കുകയാണ്. നാറ്റോ സഖ്യം ഇതിൻ്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുകയാണ്. ആയുധങ്ങളും കപ്പലുകളും ഇതിനുവേണ്ടി ഇസ്രയേലിന് അനുകൂലമായിട്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ. ഉക്രൈൻ യുദ്ധം അതേപോലെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. റഷ്യ എന്ന് കേൾക്കുമ്പോൾ പഴയ സോവിയറ്റ് റഷ്യയാണ് എന്ന് ധരിക്കേണ്ട.
സോവിയറ്റ് റഷ്യയുടെ ഭാഗമായിരുന്ന രണ്ട് രാജ്യങ്ങൾ മുതലാളിത്തമായിട്ട് മാറിയപ്പോൾ ഒന്ന് ഉക്രൈൻ, മറ്റൊന്ന് റഷ്യ. രണ്ട് മുതലാളിത്ത രാജ്യമാണ്, പരസ്പരം ഏറ്റുമുട്ടുക, പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയാണ്, പാലായനം ചെയ്യുക. ഈ രീതിയിൽ കൊടും ക്രൂരതകൾ അരങ്ങേറുന്ന പുതിയ സാഹചര്യങ്ങളാണ് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതോടൊപ്പം തന്നെ ഇടതുപക്ഷ ശക്തികൾക്ക് അനുകൂലമായ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും സത്യം. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിൻ്റെ ഉടമയായിരുന്ന ബ്രിട്ടൻ, UK, അവിടെ വർഷങ്ങൾക്ക് ശേഷം ഊർജ്വ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തന്നെ ഭാഗമാണെങ്കിലും ഇടതുപക്ഷ ആഭിമുഖ്യം പലപ്പോഴും പുലർത്തുന്ന, നിങ്ങൾക്കറിയാം, ലേബർ പാർട്ടി നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു എന്നുള്ളത് ഒരു സൂചനയാണ്. ഫ്രഞ്ച് പ്രസ്ഥാനത്തെപ്പറ്റി നമുക്ക് പണ്ടേ അറിയുന്നതാണ്. പാരീസ് കമ്മ്യൂൺ ഉൾപ്പെടെയുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പരീക്ഷണ കേന്ദ്രമായിട്ട് ലോകം കണ്ട, മാർക്സ് ജീവിച്ചിരിക്കുമ്പോൾ പോലും കണ്ട ഏറ്റവും പ്രമുഖമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നാട്, ഒരു രാജ്യം. അവിടെ തീവ്ര വലതുപക്ഷത്തെ പിന്തള്ളി ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ മുന്നേറാനായ ഒരു സാഹചര്യം രൂപപ്പെട്ടു. ഫ്രാൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ കാണുന്ന ഒരു ചിത്രമാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും തീവ്ര വലതുപക്ഷത്തെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ നേരത്തെ പറഞ്ഞ തീവ്ര വലതുപക്ഷത്തിൻ്റെ മുന്നേറ്റത്തിനിടയിലും സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ശരിയായ ഒരു സമീപനം. തൊഴിലാളി വർഗം, അധ്വാനിക്കുന്ന ജനത ഈ സാമ്രാജ്യത്വ വലതുപക്ഷ നിലപാടുകൾക്കെതിരായി അമേരിക്ക ഉൾപ്പെടെയുള്ള നാടുകളിൽ ശക്തിയായ സമരങ്ങളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും യുവജന വിഭാഗങ്ങൾ, വിദ്യാർത്ഥി സമൂഹം എല്ലാം കടുത്ത രീതിയിലുള്ള പ്രതിരോധത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ശരിയാണ്. അപ്പോൾ സാർവദേശീയ പശ്ചാത്തലം ഉൾപ്പെടെ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് ആഭിമുഖ്യത്തോടുകൂടി നിൽക്കുമ്പോഴും നല്ല വിപരീതങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ സജീവമായിട്ട് ലോകത്ത് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. ദേശീയ മേഖലയിലേക്ക്, ദേശീയ രാഷ്ട്രത്തിലേക്ക് വരുമ്പോൾ തീവ്ര വലതുപക്ഷ ശക്തികളുടെ ആക്കം, അതിൻ്റെ മുന്നേറ്റം തടയുന്നതിന് സാധിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യം സംജാതമായിരിക്കുകയാണ്.